അർജന്റീന മത്സരത്തിനുള്ള കരാറിനെ കുറിച്ച് മിണ്ടാതെ GCDA വാർത്താക്കുറിപ്പ്. കലൂർ സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നൽകിയത് കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് GCDAയുടെ വിശദീകരണം. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നവംബർ 30-നകം തീർക്കുമെന്ന് സ്പോൺസർ അറിയിച്ചു. ISL മത്സരങ്ങൾ കൊച്ചിയിൽ തന്നെ നടക്കുമെന്നും GCDA വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടാണോ GCDAക്ക്? അക്ഷയ, ഏവരും കാത്തിരുന്ന ഒരു പ്രതികരണമായിരുന്നു GCDAയുടെ. അതായത് ഈ വിവാദങ്ങൾ നടക്കുമ്പോഴെല്ലാം GCDAയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു സ്റ്റേഡിയമാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിലെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഒരു ആശങ്കകളുടെ പ്രവർത്തനം എന്ന് അവസാനിക്കും, എന്ന് വരെയാണ് കരാറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും, മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച കരാറ് സംബന്ധിച്ച ഒരു വിവരവും പറഞ്ഞിട്ടില്ല. ഇത് കരാറ് ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള എന്ന ഒരു സ്ഥാപനവുമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് അത് സ്പോൺസർക്ക് കൊടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കരാറുകളോ വ്യവസ്ഥകളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണവും നൽകാത്ത ഒരു വാർത്താ കുറിപ്പാണ് ഇപ്പോൾ GCDAയുടെ ഭാഗത്തു നിന്നും ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മന്ത്രിയുടെ ഒരു കത്ത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം GCDA ഇതിൽ നൽകുന്നുണ്ട്. കാരണം ഈ GCDAയുടെ നിർമ്മാണ പ്രവർത്തനവുമായി, സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മന്ത്രിയുടെ ഒരു പൂർണ്ണമായും ഔദ്യോഗികമല്ലാത്ത ഒരു കത്ത് GCDAക്ക് ലഭിച്ചിരുന്നു. ഇത് പ്രകാരം അതിന് തയ്യാറാണെന്ന് ഇവർ തിരിച്ച് GCDA മറുപടി കൊടുക്കുന്നു. അതിനുശേഷമാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയ്ക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു നടപടിയും തുടർന്ന് ആണ് ഈ സ്പോൺസർക്ക് അടക്കമുള്ള കാര്യങ്ങൾ പോയത് എന്ന് വേണം നമുക്ക് ഈ കത്ത് വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ. ഇതിന് പിന്നാലെയായിരുന്നു ഈ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നതും. പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ഈ അതിനുശേഷം കളിയായി ബന്ധപ്പെട്ടുള്ള കളി മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുമ്പോഴും ഏറെ വൈകിയാണ് ഇപ്പോൾ GCDA ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയപ്പോഴും ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഏത് തരത്തിലാണ് ഇതിന്റെ കരാറുകളും സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഈ ഒരു കത്ത് പുറത്തിറങ്ങിയതിനു ശേഷവും ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ GCDA ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും കൂടുതലായി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ UDF മന്ത്രിമാർ ഉൾപ്പെടെയുള്ള MLA മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്റ്റേഡിയത്തിലെത്തി അവരും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ സജീവമായി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് പിന്നീട് സ്പോൺസർ അടക്കം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നവംബർ 30-നകം തന്നെ ഈ ഒരു ജോലികൾ പൂർത്തിയാക്കും. ആ കാര്യവും ഇപ്പോൾ GCDA പുറത്തിറക്കിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. കാരണം നവംബർ 30 വരെയാണ് സമയം. നവംബർ 30-നുള്ളിൽ തന്നെ ഈ ഒരു ജോലികൾ പൂർത്തിയാക്കുമെന്ന് ഈ സ്പോൺസർ അറിയിച്ചതായിട്ടുള്ള കാര്യവും GCDA ഈ കത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ.